ഹായ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കി ഇപ്പോൾ പറയാമെന്ന് വിചാരിക്കുന്നു. കുഞ്ഞാവ് ഉറങ്ങാണ്. നീ എൻ്റെ വർത്തമാനത്തിൻ്റെ സൗണ്ട് ഓവർ കൊണ്ടെങ്ങനെ ഉണർന്നാൽ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ലാലേട്ടൻ്റെ എപ്പിസോഡോട്ട് പറയാം. കാരണം കഴിഞ്ഞ ഒരു 1 വീക്കിൽ കാര്യങ്ങൾ ഒരുമിച്ച് പറയാമെന്ന് പറഞ്ഞാൽ എളുപ്പമുള്ളൊരു കാര്യമല്ല. മാത്രമല്ല എന്നെക്കൊണ്ട് അത് എഴുതി വെച്ച് പറയാമെന്ന് വെച്ചാൽ ഞാൻ ഒന്ന് കാണാൻ സമ്മതിക്കണില്ല. അതാണ് ഇവിടെ ടി വി പാട്ട്, മോന് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പാട്ട് വെക്കാതിരിക്കുമ്പോൾ അവൻ അസ്വസ്ഥനാവാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഫുള്ളായിട്ടിരുന്ന് കാണാനും പറ്റുന്നില്ല. കുറേ എന്നാലും അതിനിടയിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണമല്ലോ, അതിനൊരു സമയം കണ്ടെത്തി ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ അതിൻ്റെ ഒരു മാക്സിമം ഒന്നും ആയിട്ടില്ല, എന്നാലും ഓക്കെ. എന്താണ് നമ്മുടെ റിവ്യൂയിലേക്ക് വരാം. ഇപ്രാവശ്യത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡ് എന്താ പറയുക, മാസ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഇപ്രാവശ്യം മാസ് എപ്പിസോഡാണ്. പക്ഷേ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബിൽ കുറേ വീഡിയോസ് കണ്ടു. കുറേ പേര് പറയുന്നുണ്ട് ഇവർക്കൊക്കെ എങ്ങനെ ന്യൂസ് കിട്ടണമെന്ന് എനിക്കറിയില്ല. അവർക്ക് കുറേ കണക്ഷൻസൊക്കെ ഉണ്ടാവും, നമുക്ക് അങ്ങനെ കണക്ഷൻസ് ഒന്നുമില്ല. ഞാൻ നിങ്ങളെപ്പോലെ സാധാരണ യൂട്യൂബിൽ വീഡിയോസൊക്കെ കാണുന്ന ഒരു സാധാരണ ഒരാളാണ്. സാധാരണ ഒരാളാണ്. എനിക്കിങ്ങനെ VIP അങ്ങനെ അവരെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടൊന്നും ഒരു വഴിയില്ല. അതുകൊണ്ട് എനിക്ക് എക്സ്ട്രാ ന്യൂസൊന്നുമില്ല. കിട്ടിയിട്ടുള്ള ന്യൂസ്, ഓരോരുത്തർ ഇട്ട ന്യൂസ്, അതിന്ന് എൻ്റെ ഒപ്പീനിയൻ അങ്ങനെ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. എന്തായാലും കഴിഞ്ഞ എപ്പിസോഡിൽ, ലാലേട്ടൻ്റെ എപ്പിസോഡിൽ കുറച്ചൊരു 5 മിനിറ്റ് വൈകിട്ടാണ് ഞാൻ കണ്ടത്. അതിൽ ജാസ്മിന് ഗ്യാസ്, അതായത് ഞാൻ അപ്പോഴേ പറയണം വിചാരിച്ചാണ്, ആ എപ്പിസോഡിൻ്റെ ആ സംഗതി പറയണം വിചാരിച്ചാണ്. ശ്രീരേഖ എന്നല്ല അവരും ഭയങ്കരമായിട്ട് എമിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പല എപ്പിസോഡും ഞാൻ കണ്ടപ്പോൾ എമിനെ ഓരോരുത്തരെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിട്ടോ. അതായത് ശരണ്യ നമ്മുടെ ഋഷീനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരുടെയും ടാർഗറ്റാണ്. ഋഷി ഇല്ല കേട്ടോ, ജിൻഡോ. ഓക്കെ, എല്ലാവരുടെയും ടാർഗറ്റ് ജിൻഡോ ആണ്. ശരണ്യ ഋഷിയെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗബ്രിക്കൊക്കെ ശരിക്കും ജിൻഡോയാണ്, അവർക്കൊക്കെ ജിൻഡോയാണ് ടാർഗറ്റ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ശ്രീലേഖയ്ക്ക് യമുനയായിരുന്നു ടാർഗറ്റ് വരുന്നത്. ഒരാളെ ഇങ്ങനെ ഫോക്കസ് ചെയ്യണം അവർ, ഇന്നയാളെ അവരെക്കുറിച്ച് ഇങ്ങനെ. ശ്രീലേഖ ആവശ്യമില്ലാണ്ട് യമുനെക്കുറിച്ച് ഇങ്ങനെ പറയുന്ന പോലെ എനിക്ക് തോന്നി. അതായത് ആ ഗ്യാസ് ഓണാക്കുന്ന അത് കറക്റ്റ് യമുന പറഞ്ഞാൽ എന്താ തെറ്റ്? ശ്രീലേഖയാണ് ആദ്യം കണ്ടത് ഗ്യാസ് ഓണായിരുന്നല്ലോ എന്ന് പറഞ്ഞത്. അത് മറ്റുള്ളവരോട് ഇപ്പോൾ യമുനയുടേതായ രീതി പറയേണ്ട ആവശ്യമില്ല. ശ്രീലേഖ പറഞ്ഞു എന്ന് തന്നെ യമുന പറയേണ്ട ആവശ്യമുള്ളൂ. അത് യമുന പറഞ്ഞപ്പോഴേക്കും അവിടെ നിന്ന് ശ്രീലേഖ ഉടനെ ചേച്ചി അങ്ങനെ പറയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചാടി കയറുന്നത്. അപ്പോഴേ ഞാനത് റിയാക്ട് ചെയ്യണം, പറയണമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ഉണ്ടായിരുന്നു റിവ്യൂ പറയുമ്പോൾ പറയണമെന്ന് വിചാരിച്ചാണ്. അത് ലാലേട്ടൻ കാണിക്കുകയും ചെയ്തു. ഗ്യാസ് തുറന്നിട്ടതും വേറെ ആരുമില്ല, ജാസ്മിൻ. ആ മുട്ട വറുത്തിട്ട്, സത്യത്തെ ആൾ മറന്നു പോയാൽ കാണാണ്ട്, മുട്ട ഇങ്ങനെ വറുത്തിട്ട് അത് കഴിക്കാനുള്ള ആ ഒരു ക്യൂരിയസിൽ അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് പോയത്. ആ ഗ്യാസ് ഓഫ് ചെയ്യണ കാര്യം മറന്നുപോയി. അതുണ്ടായത്, അത് എപ്പിസോഡിൽ കാണിച്ചു. പിന്നെ അന്ന് 1000 പോയിൻ്റ് എങ്ങാണ്ട് കുറച്ചു അവരുടെ ബഡ്ജറ്റിൽ നിന്ന്. പിന്നുള്ളത് എന്താ, പിന്നെ ഔട്ടാക്കണതാണ്. അതിൽ യമുനയാണ് ഔട്ടായത്. സത്യം പറഞ്ഞാൽ യമുന ഔട്ടായിക്കോട്ടെ എനിക്ക് തോന്നി, കാരണം നല്ലൊരു ക്യാരക്ടറാണ്. പക്ഷെ അവിടെ നിന്നിങ്ങനെ പ്രതികരിച്ചിട്ടും പ്രതിഷേധിച്ചിട്ടും സംസാരിച്ചിട്ടും ചിലപ്പോൾ നമ്മുടെ ക്യാരക്ടർ തന്നെ വിട്ട് പെരുമാറേണ്ടി വരും. അപ്പോൾ കുറേ നെഗറ്റീവ് ഇമേജസ് വരും. അപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ ചിലപ്പോൾ അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതിൽ നല്ലത് അവർ പോരെന്നെയാണെന്ന് എനിക്കും തോന്നി. പിന്നെ യമുന പോന്നപ്പോൾ ജാൻമണിയുടെ കരച്ചിലെന്ന് പറഞ്ഞാൽ പൂരെ കരച്ചിലാണോ അഭിനയമാണോ എന്നറിയാത്ത വിധത്തിലുള്ളൊരു കരച്ചിലായിരുന്നു ജാൻമണിയുടെ അവിടെ. അത് പക്ഷെ കാര്യം സീരിയസ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കോമഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അതേപോലെ ആയിട്ടുണ്ടായിരുന്നു ജാൻമണിയുടെ കരച്ചിൽ. പിന്നെ തെറിവിളി ആരൊക്കെയാണ് അവിടെ മോശം വേർഡ്സ് ഉപയോഗിക്കുന്നത്, അവരുടെ കഴുത്തിലേക്ക് 18+ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടാഗ് ഇട്ടിട്ട് മാല ഇട്ട് കൊടുക്കാൻ പറയുന്നു. അപ്പോൾ ജിൻഡോയുടെ കഴുത്തിലും ഗബ്രിയുടെ കഴുത്തിലാണ് കൂടുതൽ മാല വരുന്നത്. അതിൽ ഒന്ന് ജാൻമണിയുടെ കഴുത്തിലും വരുന്നുണ്ട്, ഒന്ന് ജാസ്മിൻ്റെ കഴുത്തിലും വരുന്നുണ്ട് തോന്നുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ വന്നത് ജിൻഡോയ്ക്കും ഗബ്രിക്കും ആയതുകൊണ്ട് രണ്ടുപേരും ഔട്ടാക്കുന്നു എന്ന് പറയുന്നു. ലാലേട്ടനെ ഔട്ടാക്കുന്നു എന്ന് പറയുന്നു. അവർ രണ്ടുപേരും മെയിൻ വാതിലൂടെ പുറത്തേക്ക് വിടുന്നു. അപ്പോൾ തന്നെ കണ്ണ് കെട്ടിയിട്ട് അവിടെ കൊണ്ടുപോയിരിക്കുന്നത്. അത് വെറുതെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സംഗതിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അവർ ഔട്ടായതൊന്നുമില്ല. അവരെ അവിടെ കൊണ്ടുപോയി ഇരുത്തിയിട്ട് പിന്നെ വീട്ടുകാരോട് ചോദിക്കണം, അവരെ തിരിച്ച് കയറ്റണോ വേണ്ടേന്ന് ചോദിക്കുന്നു. അപ്പോൾ ഭൂരിപക്ഷം ആൾക്കാരും തിരിച്ച് കയറ്റണമെന്ന് പറയുന്നു. അതിൽ നോറ മാത്രം പറയുന്നു വേണ്ട എന്നുള്ള രീതിയിൽ, അവർ തെറ്റ് ചെയ്തതാണെന്നുള്ള രീതിയിൽ. എന്നിട്ട് തിരിച്ച് കയറ്റി. അപ്പോൾ പ്രാർത്ഥിച്ചിട്ടൊക്കെ അവരകത്ത് കയറുന്ന ഉടനെ ഗബ്രീനെ ജാസ്മിനും ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നു.
ആ സീൻ കണ്ടപ്പോൾ എനിക്ക് ഗബ്രി തുറന്നു വരുമ്പോൾ ഡോറിൻ്റെ അവിടെ നിന്ന് ജാസ്മിൻ കെട്ടിപ്പിടിക്കുന്ന സീൻ കണ്ടപ്പം പേളി ശ്രീനി അതിൽ അങ്ങനത്തെ ഒരു സീൻ ഉണ്ടായിരുന്നു. ആ ഡോറിൻ്റെ അവിടെ നിന്ന് പേളി ഓടിപ്പോയി കെട്ടി. പക്ഷെ അതിലൊക്കെ ഒരു ജെനുവിനായിട്ട് നമുക്ക് ഫീൽ ചെയ്ത കാര്യം, നമുക്ക് കൂടി ഇഷ്ടപ്പെട്ടൊരു കാര്യമായിരുന്നു. ഇതെനിക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഫീൽ ചെയ്ത്, വേറെ ഒന്നും കൊണ്ടല്ല. ഈ ഗബ്രിയും ജിൻഡോയും ഔട്ടാവുന്നു എന്ന് പറഞ്ഞ സമയത്ത് എന്താ പറയുക, ജാസ്മിൻ കാണിച്ചത് വേറൊരു ആക്ടിങ് ആയിട്ട് ഫീൽ ചെയ്തു. എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. എനിക്ക് എത്ര പേർക്ക് ഫീൽ ചെയ്തു എന്ന് എനിക്കറിയില്ല, എനിക്ക് ഫീൽ ചെയ്തു. അതായത് ജാസ്മിനും റസ്മിനും പരസ്പരം കണ്ണുകളിങ്ങനെ അങ്ങോട്ട് നോക്കിയിട്ട് ഒരു പുഞ്ചിരി, അത് എന്താ നോക്കി നോക്കണം. അതായത് ഗബ്രീനെ അവർ രണ്ടുപേരും ഇങ്ങനെ ആശ്വസിപ്പിക്കാൻ വരുന്ന രണ്ടുപേരും അടുത്ത് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് നിങ്ങളൊന്ന് സ്ലോ ചെയ്ത് ആരെങ്കിലും നോക്കുകയാണെങ്കിൽ നോക്കിക്കോ. അപ്പം ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും, രണ്ടുപേരും പുഞ്ചിരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. രണ്ട് കണ്ണും പുഞ്ചിരിച്ചിട്ട് നോക്കണ്ടേ. ഇവിടെ കറണ്ട് പോയി കണ്ട, സത്യം. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് പേരും ഇങ്ങനെ കരയണ പോലെ ഭാവം, കണ്ണിന്നൊരു തുള്ളി വെള്ളം വന്നിട്ടില്ല, കരയണ പോലെ ഭാവമൊക്കെ കാണിച്ചു. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പം സാധാരണ പോലെ നോർമലായിട്ടിരിക്കുകയാണ്. അതായത് കൂടുള്ള ഒരാളെ ഇത്രയും എപ്പോഴും കൂടെ വേണം, എപ്പോഴും അടുത്ത് വേണമെന്നിരിക്കണ ഒരാൾ പോവാണ്. പക്ഷേ ഒരു റിയാക്ഷനും ഇല്ല, ജെനുവിനായിട്ടൊരു കണ്ണീര് പോലും ഇല്ല. പിന്നെ തോന്നിയ കാര്യം, അതിൻ്റെ തലേ ദിവസം ഒരു ഗെയിം ഉണ്ടായിരുന്നു. തലേ ദിവസമാണോ ഒരു ഗെയിം ഉണ്ടായിരുന്നല്ലോ. അതിൽ ആരെയൊക്കെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, ആരെയൊക്കെ നമ്മുടെ കൂടെ നിർത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിൽ ഈ ഗബ്രീനെ കൂടെ നിർത്തുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ടല്ലോ. ആ സീനിൽ ജാസ്മിൻ പറയാണ്, ഞാൻ ഇവിടുന്ന് കപ്പുമായിട്ട് പോകുമ്പോൾ എൻ്റെ കൂടെ അത് കാണാൻ വേണ്ടി ഗബ്രി വേണമെന്ന്. ഗബ്രി തലയാട്ടിയിട്ട് നിൽക്കുന്നു. എന്തിനാ പിന്നെ വേറൊരാളുടെ അവസരം കളഞ്ഞിട്ട് ഈ ഗബ്രി ബിഗ് ബോസിലേക്ക് പോയത്? ജാസ്മിനോട് സംസാരിക്കാനും ഇരിക്കാനും വേണ്ടിയിട്ടോ? അവനവന് വിൻ ചെയ്യാനല്ലേ പോയത്. ഇപ്പോൾ മറ്റാൾ പറയാണ് എന്നിട്ട് ആ വിൻ ചെയ്യണമെന്ന്, അവൾ വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ നടക്കാൻ വേണ്ടിയിട്ടാണെന്ന് ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതേപോലെ തന്നെ ക്യാപ്റ്റൻ ആവാൻ ആരെ തീരുമാനിക്കേണ്ടത്, നിങ്ങൾ ഒരുമിച്ച് ഗ്രൂപ്പിൽ നിന്ന് തീരുമാനിക്കുക പറഞ്ഞപ്പം അതിൻ്റെ തലേന്ന് ദിവസത്തെ ഇതാട്ടോ തീരുമാനിക്കുക പറഞ്ഞപ്പോൾ യമുന പറഞ്ഞു എനിക്ക് ക്യാപ്റ്റൻ ആവണമെന്ന് പറഞ്ഞു. അത് യമുന മനഃപൂർവ്വം പറഞ്ഞതാണ്. അതായത് ഈ ഗബ്രിയുടെയും ജാസ്മിൻ്റെയും ക്യാരക്ടർ പുറത്ത് കൊണ്ടുവരണം, അതിലൊരു കാര്യം പറയണം, അതിനൊരു അവസരം ഉണ്ടാവണം എന്ന് ഓർത്തിട്ടാണ് യമുന അത് പറയണത് ആക്ച്വലി. അപ്പോൾ അതിൽ ഇങ്ങനെ തിരിഞ്ഞ് നിന്നിട്ട് ഗബ്രിയുടെ മുഖത്ത് നോക്കിയിട്ട് എൻ്റെ പേര് പറയുന്നു, എങ്ങനെ സാധിക്കണടോ ഇത്. അപ്പം ജാസ്മിൻ അതേപോലെ തന്നെ ഗെയിം കളിക്കുന്നതിലൊക്കെ ഭയങ്കര വിഷമം തോന്നി. ഋഷിക്കൊക്കെ ശരിക്കും വിൻ ചെയ്ത് വരണമെന്നുണ്ട്. പക്ഷേ ഈ ഗ്രൂപ്പുകളി, ഈ ജാസ്മിനും ഗബ്രിയും കൂടെ ഉള്ള ഗ്രൂപ്പുകളിൽ കാരണം ബാക്കിയുള്ളവർക്ക് അങ്ങോട്ട് കയറി വരാൻ പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം കഴിഞ്ഞ ദിവസം വേറൊരു ഗെയിം ഉണ്ടായിരുന്നു, ഒരു മൊബൈൽ ഫോണിൻ്റെ ആകൃതിയിൽ ഓരോരുത്തരുടെ ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കണത്. ആ ഗെയിമിൽ ഈ ഓടി വന്ന് കൊണ്ടുവന്ന് വെക്കണം. അതിൽ ഋഷിക്ക് ജയിക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ജാസ്മിനും പിന്നെ ഗബ്രിയുടെ ഈ ഒത്തുകളി കാരണം കൊണ്ട് അതിലൊന്നും ഋഷിക്ക് കയറാൻ പറ്റില്ല. നിരാശനായിപ്പോൾ ഋഷി. അത് കാരണം നമുക്ക് സങ്കടം തോന്നി. ഈ ഗ്രൂപ്പുകളിൽ ഭയങ്കര സെൽഫായിട്ട് കളിക്കാതെ ഒറ്റയ്ക്കുള്ളവരുമായിട്ട് ഒറ്റയ്ക്കുള്ള ഒരാളെ കൂട്ടായിട്ട് ആക്രമിക്കുമ്പോൾ എന്ത് ബുദ്ധിമുട്ടാണ്. അതാണ് അവിടെ ഫീൽ ചെയ്യുന്നത് എനിക്ക്. പിന്നിപ്പം പറയാനുള്ളത് ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായത്. പിന്നെന്താ ഉണ്ടായത് ജിൻഡോനെ ഗബ്രിനെ പുറത്താക്കണു, പിന്നെ തിരിച്ച് കയറ്റണു, പിന്നെ അവിടെ ഇതൊക്കെ അത്രയും തന്നെ. പിന്നെ കൂടുതലായിട്ട് എടുത്ത് പറയണമെന്ന് കഴിഞ്ഞ ദിവസമില്ല. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ യൂട്യൂബിൽ കണ്ടത് വൈൽഡ് കാർഡ് വരുന്നുണ്ടെന്ന് പറഞ്ഞത്, അതിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. വേറെ ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ചാനലാണ് സീക്രട്ട് ഏജൻറ്റിൻ്റെ ചാനൽ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്. കാരണം വന്ന ന്യൂസ് അപ്പോൾ പുള്ളി തന്നെ പറയാറുണ്ട് സോഷ്യൽ മീഡിയയിൽ പെറ്റി കിടക്കുന്നതെന്ന് ആളെ കളിയാക്കാറുണ്ടെന്ന്. പക്ഷേ സത്യം ഏതെങ്കിലും ന്യൂസ് വന്ന സ്പോട്ടിൽ ആളെടുത്ത് റിയാക്ട് ചെയ്യുന്നത്. അപ്പം എനിക്ക് പുള്ളി ഒരു ഇൻസ്പിറേഷനാണ് ചില സമയത്ത്. അതേപോലെ ചാനൽ റീച്ച് ആവാൻ നമുക്ക് എങ്ങനെയൊക്കെ ഏത് ചാനലിനെ നമ്മൾ ഫോളോ ചെയ്യണമെന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് സീക്രട്ട് ഏജൻറ്റിൻ്റെ ചാനൽ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാനാളുടെ
എന്താ പറയുക ഫാനൊന്നുമല്ല. സീക്രട്ട് ഏജൻറ്റ് സ്നേഹ, പിന്നെ എന്താ പുള്ളി ഒരു ഫ്രണ്ടും കൂടി ഇരിക്കാറുണ്ടല്ലോ, അവരുടെ വീഡിയോസൊക്കെ കോൺവെർസേഷനൊക്കെ രസമാണ് കാണാൻ. അപ്പം ഞാൻ കണ്ടിരിക്കാറുണ്ട്. പിന്നെ പുള്ളി ബിഗ് ബോസിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞത് ഭയങ്കര പെട്ടെന്ന് കേട്ടൊരു ന്യൂസായിരുന്നു. അപ്പം ഞാൻ സീക്രട്ട് ഏജൻറ്റ് വരുന്നുണ്ട് പല റിയാക്ഷൻ ചാനലുകളും ഈ റിവ്യൂ ചാനലുകളും എടുത്തു വെച്ച് നോക്കി സത്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ. അവരെ ഗെയിം എങ്ങനെയായിരിക്കും എന്നറിയാം. കാരണം എല്ലാ കാര്യങ്ങളും റിയാക്ട് ചെയ്യുന്ന ആളാണ്. ഒരുവിധം ഈ പറഞ്ഞ പോലെ ഒരുവിധം കാര്യങ്ങളെല്ലാം സീക്രട്സും പുള്ളിക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് മനസ്സിൽ വെച്ചിട്ട് ഏത് രീതിയിൽ അവിടെ ഗെയിം കളിക്കാൻ പറ്റും. അപ്പോൾ അവിടെ പിന്നെ എനിക്ക് തോന്നുന്നുണ്ട് സീക്രട്ട് ഏജൻറ്റ് ഒരു നല്ലൊരു ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വീഡിയോ ചെയ്യുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ജെന്യുവൻലി ഒരു പാവമാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആൾക്കിങ്ങനെ റിയാക്ട് ചെയ്യാൻ പറ്റുമോ, ആൾ ചിലപ്പോൾ നമ്മൾ എക്സ്പെക്റ്റേഷൻ അധികമായി പോവോ, അവിടെ ചെല്ലുമ്പോൾ നെഗറ്റീവ് അടിക്കുമോ എന്നുള്ളൊരു ഫീലും എനിക്ക് വരുന്നുണ്ട്. അറിയില്ല, എന്തായാലും നമുക്ക് കാണാം. എനിക്ക് സീക്രട്ട് ഏജൻറ്റ് മാത്രമേ അറിയുള്ളൂ. പിന്നെ ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്നൊരു കുട്ടിയുണ്ടല്ലോ, പെൺകുട്ടി, ആ പെൺകുട്ടീനെ ഞാൻ ഇടയ്ക്ക് കണ്ടിട്ടുണ്ട്, ഇൻ്റർവ്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട്. അവർ രണ്ടുപേരുടെയാണ് ഞാനിപ്പം എനിക്ക് ഫെമിലിയറായിട്ട് ഫീൽ ചെയ്യുന്നത്. ബാക്കിയൊന്നും എനിക്ക് ഓർമ്മയില്ല, കുറേ പേരുടെ ഇത്. അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് സൺഡേസിൽ എപ്പിസോഡ് കാണാൻ വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. അപ്പോൾ എപ്പിസോഡ് കണ്ടിട്ട് ബാക്കി പറയാം. പിന്നെ എന്തായാലും സീക്രട്ട് ഏജൻറ്റ് വീഡിയോ ചെയ്യില്ലാത്ത സ്ഥിതിക്ക് സ്നേഹ ചെയ്യുന്നുണ്ട്. എന്നാലും ഞാനും മാക്സിമം കിട്ടുന്ന ന്യൂസുകൾ അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ എന്താ പറയുക, ബൈ. അപ്പോൾ ഇന്ന് സൺഡേയുടെ എപ്പിസോഡ് നമുക്ക് കാണാം. കണ്ടിട്ട് നെക്സ്റ്റ് ഡേ ഞാൻ റിവ്യൂ പറയാം കേട്ടോ. ബൈ.